ഹായ് ഗൈസ്, അപ്പോൾ ഇതാ ഇന്ന് മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം ഞാൻ നോമ്പൊക്കെ തുറന്നു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനി പുലർച്ചയ്ക്കുള്ള കറി വേണം. പിന്നെ ഞാൻ പത്തിരി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, പത്തിരി കഴിക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് പുലർച്ചയ്ക്കുള്ള അത്താഴത്തിന് കഴിക്കാനുള്ള ചോറ് കുക്കറിൽ വേവായി കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിവിടെ മീൻ കറി വെക്കുകയാണ്. മീൻ കറി വെക്കുകയാണ് ഗൈസ്. ഞാൻ എങ്ങനെ മീൻ കറി വെക്കുന്നതും കൂടെ കാണിച്ചു. അപ്പം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എടുത്തതെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് മീനുണ്ട്, ഇത് ചൂര മീനാണെന്ന് തോന്നുന്നുണ്ട്. അത് പിന്നെ 2 തക്കാളി, ഒരു വലിയുള്ളി മുട്ടായിട്ടില്ല, ഒരു 1/4 ഭാഗം, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കൊടമ്പുളി 1 പീസ്, കുറേ ഇട്ട അധികം പുളിയാവും, ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി, കല്ലുപ്പ് പൊടിച്ചത്, മുളക് പൊടി, ഉലുവ. പിന്നെ അതില്ലാത്തൊരു സാധനമുണ്ട്, ബീഫിൻ്റെ അകത്തും ഞാൻ ഇടാത്തൊരു സാധനമുണ്ട്, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാൻ ഇടാറില്ല, ഉപയോഗിക്കാറില്ല, എനിക്കത് വലിയ ഇഷ്ടമല്ല. പിന്നെ നമ്മളെ വെളിച്ചെണ്ണ. ഇതൊക്കെ വെച്ചിട്ട് മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഷെഫ് മോഡലൊക്കെ നല്ല അടിപൊളി മീൻ കറിയൊക്കെ ഉണ്ടാക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നാടനായിട്ട് വലിയ ആർഭാടമൊന്നുമില്ലാതെ ഒരു മീൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് തന്നെയാണ്. ഇത് വേറെ മീൻ വാങ്ങിയിട്ട് വേറെ ഈ മീനല്ല, വേറെ ഏത് മീനാണെങ്കിൽ പോലും ഇതിൻ്റെ ബേസിക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ വെജിറ്റബിളും മസാലപ്പൊടികളൊക്കെ ക്വാണ്ടിറ്റി കൂട്ടും, അല്ലെങ്കിൽ ഇതേ അളവിൽ തന്നെ ചെയ്യും. പക്ഷേ ബേസിക്കായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യാറ് മീൻ കറി വെക്കുമ്പോൾ. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, ഓരോരുത്തർ മസാലയും വെജിറ്റബിളൊക്കെ അരച്ചിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോഴൊക്കെ മനസ്സിലാവാറുണ്ട് അതൊക്കെ അങ്ങനെ അരച്ചിട്ടൊക്കെ ചെയ്യുന്നത്. തേങ്ങയല്ല കേട്ടോ, വെജിറ്റബിളൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പോൾ ഏതായാലും ഞാൻ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചട്ടി ഇതാ ചൂടായി. ഇപ്പം ഞാനിതാ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്, ഒരു പാകത്തിന് ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് വെല്ലുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ വെളിച്ചെണ്ണ നല്ലോണം മൂക്കുന്നതിന് മുമ്പ് ഇട്ട് കൊടുത്താൽ നമ്മളെ മേലേക്കൊന്നും തെറിച്ചില്ല. ഇതിട്ടിട്ട് നമുക്ക് കുറച്ച് വിട്ട് നിൽക്കുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. മറ്റേത് നല്ല ചൂടായിട്ട് അങ്ങോട്ട് ഇടുമ്പോൾ നമ്മൾ ഓടേണ്ടി വരും, എല്ലാം കൂടെ പൊട്ടി തെറിച്ചിട്ട്. അപ്പം ഞാനിതാ വെല്ലുള്ളി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്തു. കുനുകുന ഒന്നും അരിഞ്ഞിട്ടില്ല, ഇങ്ങനെ നോർമലി നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് കത്തി വെച്ചിട്ട് തന്നെ കേട്ടോ അരിഞ്ഞിട്ട്. സ്ലൈസ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ നല്ല മോഡൽ കട്ടിങ്ങൊക്കെ ആയിരിക്കും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഉള്ളി വേഗം മൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം വാട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ കല്ലുപ്പ് പൊടിച്ചെടുക്കുന്നുണ്ട്. കുറേ ഉപ്പ് വാരിയിടരുത്, ഇങ്ങനെ കറി ആയിട്ട്. പിന്നെ ഏതായാലും നോമ്പ് തുറന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിലും ഏകദേശം ഒരു ഇതിൽ അങ്ങോട്ട് ഉണ്ടാക്കും. പിന്നെ ഉപ്പ് എന്തായാലും കഴിക്കാറില്ല, എൻ്റേത് അധികം ആവാറില്ല കറിയിലൊന്നും. പാകമായി തന്നെ കിട്ടാറുണ്ട് മാഷാഅല്ലാ. പിന്നെ കുറഞ്ഞാൽ പ്രശ്നമില്ല, കൂടിയാലാണല്ലോ പ്രശ്നം. അപ്പോൾ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. എൻ്റെ കുക്കർ ആ സൗണ്ടൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ സൗണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ വരും. അത് കണ്ടല്ലോ, കേട്ടല്ലോ. അപ്പം അതിന് കുക്കറിൻ്റെ അകത്ത് കുറുവ അരിയാണ്. ഞാനത് ഒരു 5-6 വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്യും, വെന്ത് കിട്ടണ്ടേ അതുകൊണ്ട്. ഇപ്പം ഈ ഉള്ളി ഇങ്ങനെ മൂക്കുന്നുണ്ടോ, സൗണ്ട് പോകുന്നു.
ഉള്ളി ഇങ്ങനെ മൂത്തോണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉലുവ ഇല്ലേ, ഉലുവ ഇത് ഇതിലേക്ക് ഇട്ടത്. അത് കുക്കറേ സൗണ്ട് ഉണ്ടാക്കില്ലേ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അപ്പോൾ അതാ ഉലുവ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉലുവ അത്യുത്തമം എല്ലാ കാര്യങ്ങൾക്കും, അറിയുന്നതല്ലേ. എത്ര വിസിലായി? 6 ആയോ? ഏതായാലും ഒരു 2 വിസിലും കൂടെ ആയിട്ടോ. അപ്പം അങ്ങനെ അങ്ങ് വെന്ത് കിട്ടൂല, നല്ല കുറവായില്ലേ. എൻ്റെ പൂച്ച ഉണ്ട് കേട്ടോ ഇവിടെ, കണ്ടില്ലേ പൂച്ചപ്പണ്ട് അവിടെ കിടക്കുന്നത്. ഓൾക്ക് ഇപ്പം കിട്ടും മീൻ കറി ചോറ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കും. നല്ല അനുസരണമുള്ള പൂച്ചക്കുഞ്ഞാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് തലയിട്ടാലോ എന്നൊക്കെ നോക്കിയൊന്ന് വന്നു നോക്കി, ഞാൻ ഓടിച്ചു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ഞാൻ, ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട്. അത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് മീനോ ചിക്കനോ ഇവിടെ വയ്ക്കുന്ന സ്മെല്ലടിച്ചാൽ ഓടി വരും. ഇവിടെ കുഞ്ഞാവിൽ എവിടെ ഉണ്ടെങ്കിലും ഇവിടെ. ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇവിടെ പ്രസവിച്ചില്ല, വേറെ എവിടെ പോയി പ്രസവിച്ചിട്ടുണ്ട്. ഇവിടെ വിസിറ്റിന് വരുന്നതാണ് സ്മെല്ലടിച്ചിട്ട്. അപ്പം നമ്മളെ ഉള്ളി ഇതാ പാടിക്കോണ്ടിരിക്കണേ. ഞാൻ നല്ലപോലെ വഴറ്റും കേട്ടോ ഉള്ളി. എന്നാലേ നമുക്ക് കറിയിൽ ഉള്ളിയൊക്കെ ചിലർ വേവാതാകുമ്പോൾ എടുത്ത് മാറ്റുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും എടുത്ത് മാറ്റാണ്ട് അതെല്ലാം ചേർത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ തോന്നുക. ഇതൊക്കെ നല്ലപോലെ വെന്ത് വാടി കഴിയുമ്പോഴാണ്. ഇതൊരു 3/4 ഭാഗം വാടി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്. മിക്സിയിൽ അരയ്ക്കുന്നവർക്ക് ചതയ്ക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിവിടെ ചതയ്ക്കാൻ ചെയ്യും കേട്ടോ. കുറച്ച് ഇവിടെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് കുറേ ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് അരച്ച് മിക്സിയിൽ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് എങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ സവാള ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. നല്ല മൊരിഞ്ഞ അങ്ങനെ ഒന്നും ഇതാവണ്ട കേട്ടോ, ഏകദേശം ഒരു ഇതിലിങ്ങനെ അറിയാൻ മതി. കാണുന്നുണ്ടോ? ഇച്ചിരി കൂട്ടി കൊടുത്ത് ഇപ്പം ഞാൻ എന്ത് ചെയ്യും, ഇഞ്ചി വെളുത്തുള്ളിയില്ല രണ്ടും കൂടെ മിക്സാക്കി ചതച്ചെടുത്തത് അതിലേക്ക് ഇട്ടുള്ളൂ. അത് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മൂപ്പിക്കുന്നതിൻ്റെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറും, സൗണ്ടൊക്കെ അങ്ങോട്ട് മാറും. അത് നമ്മൾ കാര്യമാക്കണ്ട. ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അല്ലാതെ അത് ഇട്ട ഉടനെ തന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്യരുത്. നല്ല സ്മെല്ല് അടിച്ച് അത് നല്ലപോലെ മിക്സായി കണ്ടാൽ മാത്രം എന്തിട്ട് കൊടുക്കാം, തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വീഡിയോ ഞാനിപ്പോൾ എടുക്കുകയല്ലാതെ ഇനിയിപ്പോൾ എനിക്കൊരു 10-20 ദിവസം കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. ടൈമില്ല എന്ന് പറഞ്ഞ് ഓരോന്ന് മാറ്റി വെക്കുന്നതുകൊണ്ടാണ് എൻ്റെ ചാനൽ അവിടെ മൂലക്കൽ കിടന്നത്. അതെനിക്കറിയാം. പക്ഷേ ഇപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാൻ തോന്നി, എന്തോ ഒരു ഉൾവിളി ചെയ്യാമെന്ന്. അപ്പം ഞാൻ ചെയ്തത്, അപ്പം ഞാൻ അങ്ങോട്ട് ചെയ്തത്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നിപ്പോൾ എന്തെങ്കിലും നാളെ തന്നെ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ തക്കാളി പച്ചമുളക് ഇട്ടു. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ കുറച്ച് വിദേശത്ത്
ജോലിയൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഓരെന്നോട് ഇങ്ങനെ പറയായിരുന്നു, ഞാൻ വീഡിയോ ഒന്നും ചെയ്യാനിട്ടേ എന്നോട് പറയും, നീ ഈ ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട്, എന്നാൽ ഞങ്ങളൊക്കെ ഇവിടെ ദൂരെ വന്ന് ജോലി ചെയ്യുന്നല്ലേ, അപ്പം ഞങ്ങളൊക്കെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒന്ന് ഇടുന്നൊക്കെ എന്നോ പറഞ്ഞു. ഞാൻ ടൈമില്ല എന്ന് മാറി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് അതിൻ്റെ മുമ്പ് നമ്മളെ പുളി, ഞാൻ കുടംപുളി ഇപ്പം തന്നെ ഇട്ട് കൊടുക്കും, ഒരു വെള്ളം ഇട്ടാൻ വേണ്ടിയിട്ട്. തക്കാളിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിന് വെള്ളം ഞാൻ പിന്നെ ഒഴിച്ചെടുക്കുക. കുടംപുളി നല്ല കഴുകിയതിൻ്റെ ശേഷമാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചെടുത്തു. ഇതാ അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവാവണം. ജസ്റ്റ് ഒന്ന് വേവായതിന് ശേഷം ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നല്ലോണം വാടിയിട്ട് കുഴമ്പ് രൂപത്തിലാവട്ടോ, എന്നിട്ടേ ഞാൻ മസാല ഇടുള്ളൂ. എന്നിട്ട് ഞാനിതാ ഒരു കാര്യം കൂടെ മറന്ന് പൊടി മസാലയിൽ എടുക്കാൻ മഞ്ഞൾപ്പൊടി. ഇവിടെ എൻ്റെ മഞ്ഞൾപ്പൊടി കിച്ചണൊക്കെ എന്തോ ആയി പഠിക്കുന്നത്. എന്നിട്ട് രാവിലെ ഒന്ന് റെഡിയാക്കി പോയത്. പിന്നെ ഞാൻ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ ഇത് നുള്ളിൽ കുറേ ഒന്നും വേണ്ട. അരച്ച് കൊടുക്കാം. ഇത് അടുക്കളൊക്കെ ഇറക്കി കൊടുക്കാൻ വലിയ കാണിക്കും. അടിയിൽ പിടിക്കും. ഞാൻ തീ കൂട്ടുകൊണ്ട് അടിയിൽ പിടിക്കും. ഇടയ്ക്കൊന്ന് ഇറക്കി കൊടുക്കാൻ. ഇത് വാടുന്ന സൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിട്ടില്ലേ ഞാൻ സംസാരിക്കുന്നതൊക്കെ? എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അടുത്തത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം. നമുക്ക് കുറച്ചും കൂടെ മെച്ചൂറാക്കാൻ പറ്റും. അടി വാങ്ങിക്കോ, അടി വയ്ക്കോ പൂച്ചേനോടാട്ടോ. വിചാരിച്ചു വീഡിയോയിൽ കാരണം ഒന്നും കൂടെ അടിച്ചാൽ കുറച്ചും കൂടെ വാടി കിട്ടും. മസാല ഇത് പച്ചമുളക് ഉപ്പായിട്ട് മൂക്കിൻ്റെ അകത്തേക്ക് കയറുന്നു അതിൻ്റെ സ്മെല്ല്. രാവിലെ കോഴീൻ്റെ ഒച്ചപ്പാട്, വൈകിട്ട് വന്ന പൂച്ചേൻ്റെ ഒച്ചപ്പാട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും പൂച്ച കരയുന്നേ? ഇതൊക്കെയാണ് അവസ്ഥ. അവർക്കും ജീവിക്കണ്ടേ അല്ലേ? നമുക്ക് മാത്രമുള്ളതാണ് ഭൂമി. ഇനി നമ്മൾ ഇച്ചിരി വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ പാകത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് മീൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വേവിക്കുക. അത്ര പണിയുള്ള എൻ്റെ മീൻ കറിക്ക്. കറിവേപ്പില ഉണ്ട്. എന്നോട് ഞാൻ പറഞ്ഞു കരയാൻ നിൽക്കുന്ന പൊടിക്കോ ഒക്കെ ആയിട്ട് ഞാൻ വിളിക്കും അല്ലേ? അതല്ല ശരി. ഇതിന് മുമ്പ് വന്ന് കരഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാൻ കറിവേപ്പില കഴുകാണ് കേട്ടോ. പൈപ്പിൽ നമ്മൾ കിണറിലെ വെള്ളം കഴിക്കും. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഇട്ടാൽ കറിവേപ്പില ഇടുക, വീണ്ടും ഇളക്കി കൊടുക്കാം.
കണ്ടപ്പോൾ അങ്ങനെ കഴിയും. ഞാൻ അങ്ങനെ ഉണ്ടോട്ടെ, ഇവിടെ സൽക്കരിക്കാൻ കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉഷാറാക്കാം. ഞാൻ ഇതിലേക്ക് ഈ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മസാല ചേർക്കട്ടെ. ഒറ്റ കാര്യം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ചോറ് അവിടെ ആയി. ഇപ്പോൾ കറിയായിട്ട് ഇത് മൂടി വെച്ചാൽ വേഗം പോയിട്ട് കിടന്നുറങ്ങണം. ഉറക്കം വരെ ഇത്ര മണിക്കൂറെന്ന് വന്നിട്ട് ഞാൻ ആ മസാല ഇട്ടിട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് പൊടി ഇട്ടാൽ പിന്നെ കറി കളർ ഉണ്ടാവില്ല. മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കറി കളർ കുറവായിരിക്കും. അത് എനിക്കൊരു പ്രശ്നം അല്ല. മാക്സിമം ഞാൻ മുളക് പൊടി കുറക്കാറാണ് ചെയ്യാറ്. മോള് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് ഓരോ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര എരിവുണ്ട്. കാരണം ഞങ്ങളിവിടെ കുറഞ്ഞ മുളക് പൊടി വയ്ക്കാറുള്ളൂ. ഞാൻ ആ പുളി വെള്ളത്തിൽ ഇട്ടതിൻ്റെ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ അപ്പം അങ്ങനെ ഇവിടെ ഗ്രേവി റെഡിയായി. ഇനി ഇതിലേക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കും. വാവ്, എന്തെന്നാ സ്മെല്ല്! കുരുമുളക് സ്മെല്ലടിക്കുന്നു. അപ്പം ഇത് തിളക്കുന്നതുകൊണ്ട് നമ്മൾ മീനിലേക്ക് കൊടുക്കും. മീനിൻ്റെ തലേൻ്റെ ഇതൊക്കെ ഉണ്ട്. അവർ കട്ട് ചെയ്തട്ടോ എനിക്ക് തന്നെ. നമ്മൾ മീനിട്ടു. കറി വറ്റിക്കണോ അല്ലെങ്കിൽ ചാറാക്കണോ എന്തായാലും വേണ്ടിയില്ല. വാ, ഈ മസാല കിടന്നിട്ട് ഇതിങ്ങനെ വെന്തിട്ട് മസാല മൊത്തം അതിൻ്റെ അകത്ത് പിടിക്കണം. കണ്ടില്ലേ? ഇപ്പം നൈറ്റിലാട്ടോ ഉണ്ടാക്കണേ. 8:30 നൈറ്റ് 8:30 ആയിട്ടുണ്ട്. 8:30 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ ടൈമിലാണ് ഉണ്ടാക്കണേ. അപ്പം ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം. കയ്യൊന്നും നമ്മൾ വെള്ളം ആഡ് ചെയ്യും. മീൻ വേവാനുള്ള വെള്ളം ആഡ് ചെയ്യും. എന്നാലേ മീൻ വെന്ത് കിട്ടൂ, ഇല്ലെങ്കിൽ ഇത് വറ്റിപ്പോകും. അപ്പം മീൻ വേവാനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടേ, കറി വേണ്ടേ, നല്ല ലൂസാക്കിയിട്ടും ചെയ്യാം, കുറുക്കിയിട്ടും ചെയ്യാം, ഒരു മീഡിയം ലെവലിൽ വെക്കുക, വറ്റിക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മുടെ തീരുമാനം പോലെ. ഞാനിത് കുറച്ച് കറി രൂപത്തിലാണ് ചെയ്യുന്നത്. കാരണം പത്തിരി ചിലപ്പോൾ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി കഴിക്കും. എളുപ്പപ്പണി വേഗം ദോശ, പത്തിരീൻ്റെ മാവ് കലക്കി വേഗം ദോശ ഇട്ടിട്ട് കഴിക്കാനുള്ളതാണ് ഏറ്റവും വലിയ താല്പര്യം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പോൾ അതിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടോ. വേണമെങ്കിൽ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഇറ്റിച്ചെടുക്കാം, അത് ടേസ്റ്റിന്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. അതവിടെ കിടന്ന് വേവായിട്ട് മീൻ കറി റെഡിയാവും. അപ്പോൾ ഈ മീൻ കറി ഇങ്ങനെയുണ്ടെന്ന് ഞാനല്ലേ കഴിക്കണേ, ഞാനെന്നും കഴിക്കണേ. എനിക്ക് വേറൊരു കാര്യമുണ്ട്, ഞാൻ പുകയറ്റി പറയുന്നില്ല കേട്ടോ, പൊങ്ങച്ചൻ പറയുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി കഴിച്ച് ഹോട്ടലിലൊക്കെ പോയിട്ട് ഇപ്പോൾ നമ്മൾ 50 രൂപേനെ ചോറൊക്കെ വാങ്ങി കഴിക്കുന്ന ടൈമിൽ മീൻകറി ഒന്നിനും പറ്റാത്ത മീൻകറിയൊക്കെ കഴിക്കും. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഞാൻ ഉണ്ടാക്കിയ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, ഇതൊക്കെ കഴിക്കുമ്പോൾ അത് എത്രയോ ബെറ്ററാണെന്ന് വിചാരിക്കാറുണ്ട്. ഹോട്ടലുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതിൻ്റേതായ ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം ഞാനിതാ മീൻകറി തിളച്ചിട്ടുണ്ട്. ഇനി അത് മീൻ വേവണം. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ദോശയോ പത്തിരിയോ ഉണ്ടാക്കും, എന്നിട്ട് കഴിക്കും.
വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും എനിക്ക് അതിന് ടൈമില്ല, ആവുന്നുമില്ല ക്ഷീണം കൊണ്ട്. ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം മീനൊക്കെ വന്ന് കറിയൊക്കെ ആയിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കട്ടെ. അപ്പോൾ വേറെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അടിപൊളി വീഡിയോ ആയിട്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അത് കുക്കർ നിങ്ങൾക്ക് ഞാനിതിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ചെയ്യുമ്പോൾ അവിടെ ഒരു ബെല്ലൈക്കൺ വരും, ഒരു ബെല്ലിൻ്റെ ഒരു പിക്ചർ വരും, ആ ചെറിയൊരു ഇത് പോയിൻ്റ് അതിൻ്റെ അകത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്താലേ എല്ലാ വീഡിയോസും പിന്നെ ഇടുന്ന വീഡിയോസൊക്കെ കാണണമെങ്കിൽ അതും കൂടെ പ്രസ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. ലൈല ലുലൂസിൻ്റെ വീഡിയോ, ലുലൂസില്ല ലൈല ലുലുവിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം നിങ്ങൾക്ക് അതെടുത്ത് നിങ്ങളെ ഫോണിൽ സ്ക്രീനിൽ മുകളിൽ വരും. അപ്പം അത് താഴോട്ടേക്കാക്കിയിട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പം ഡയറക്റ്റ് നമ്മളെ വീഡിയോയിലേക്ക് പോകും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ കാണണമെന്ന് ഇഷ്ടമുള്ളവർ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ ചെയ്തിട്ടെന്നാൽ. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ. സീ യു അഗൈൻ.